മെയ് 7-ന് 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 92 മണ്ഡലങ്ങളിൽ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ NDA വെട്ടിലാക്കിയിരിക്കുകയാണ് ഹാസനിലെ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക അതിക്രമ കേസ്. ഹാസൻ മണ്ഡലം JDS MPയും മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ പൗത്രനുമാണ് പ്രജ്വൽ രേവണ്ണ. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രജ്വൽ രേവണ്ണ ചൊവ്വാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിന് ശേഷമാണ് കീഴടങ്ങുക. നിലവിൽ പ്രജ്വൽ മസ്കറ്റിലാണുള്ളതെന്നാണ് സൂചന. ലൈംഗിക പീഡന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പ്രജ്വൽ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യം വിട്ടതായും ജർമ്മനിയിലേക്ക് കടന്നതായും വിവരങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഗൾഫിലെത്തിയെന്നാണ് വിവരം. പ്രജ്വൽ രേവണ്ണയെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ ഏജൻസി ഇന്റർപോളിന്റെ സഹായം തേടിയിരിക്കുകയാണ്. ഇന്റർപോൾ നോഡൽ ഏജൻസി CBI പ്രജ്വലിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കർണാടകയിൽ ചൊവ്വാഴ്ച 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമേ പ്രജ്വൽ കീഴടങ്ങൂ എന്നാണ് സൂചന. വോട്ടെടുപ്പിന് മുൻപ് കീഴടങ്ങിയാൽ ഉത്തര കർണാടകയിൽ BJPയുടെ സാധ്യതകളെ അത് കൂടുതൽ മോശമായി ബാധിക്കുമെന്നും അതിനാൽ പ്രജ്വൽ 2 ദിവസം കഴിഞ്ഞു കീഴടങ്ങിയാൽ മതിയെന്നുമാണ് JDSന്റെ തീരുമാനം. മംഗളൂരു വിമാനത്താവളത്തിലാണ് പ്രജ്വൽ എത്തുകയെന്നാണ് വിവരം. പ്രജ്വലിന്റെ പിതാവ് HD രേവണ്ണയെ പോലീസ് ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്തിരുന്നു. ബംഗളൂരു കോടതിയിൽ ഹാജരാക്കിയ രേവണ്ണയെ SAT ചോദ്യം ചെയ്തു വരികയാണ്. ബലാത്സംഗ പരാതിക്ക് പുറമെ തട്ടിക്കൊണ്ടുപോകൽ കേസിലും രേവണ്ണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇതിനിടെ 1996-ൽ ദേവഗൌഡ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇംഗ്ലണ്ടിലെ ഒരു ഹോട്ടലിൽ സ്ത്രീക്കെതിരെ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചതിന് രേവണ്ണയെ പുറത്താക്കിയെന്നും കഷ്ടപ്പെട്ടാണ് അന്ന് ആ കേസ് ഒതുക്കിയതെന്നും അന്ന് JDSൽ ഉണ്ടായിരുന്ന പിന്നീട് BJPയിൽ ചേർന്ന മുൻ മാണ്ഡ്യ MP ശിവരാമഗൌഡ വെളിപ്പെടുത്തിയതും മുന്നണിക്ക് തിരിച്ചടിയാവുകയാണ്. പ്രജ്വൽ വിഷയം സംസ്ഥാനമെമ്പാടും കോൺഗ്രസ് BJPക്കെതിരെ വലിയ പ്രചാരണ ആയുധമാക്കിയിരുന്നു. ഒടുവിൽ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് ഒരു ദിവസം മുൻപേ രേവണ്ണയുടെ അറസ്റ്റ് കൂടി വന്നതോടെ പ്രതിരോധത്തിലാണ് BJPയും NDAയും. പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ട അശ്ലീല വീഡിയോകളുടെ ദൃശ്യം ഹാസനിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യാപകമായി പ്രചരിച്ചിരുന്നു. അറസ്റ്റും പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക പീഡന കേസുകളും സ്ത്രീ വോട്ടർമാരെ അകറ്റുമെന്ന ആശങ്കയിലാണ് BJP നേതൃത്വം. BJPയുടെ 14 സിറ്റിംഗ് സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങൾ പിന്നിട്ടിരിക്കെ രാജ്യമെമ്പാടും NDAയ്ക്ക് കാര്യമായ തിരിച്ചടി ഉണ്ടാകുമെന്ന പ്രവചനങ്ങൾക്കൊപ്പം രേവണ്ണ കേസുകൂടി വന്നതോടെ സീറ്റുകൾ കൈവിട്ടു പോകുമെന്ന ആശങ്കയിലാണ് NDA.